ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. കൊടൈക്കനാലിലെ കേക്ക് കഴിച്ചാണ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. കൊടൈക്കനാലിലെ തണുപ്പ് കുമിളിയിലില്ല, കുമിളിയിലാണ് സ്റ്റേ എടുത്തത്. രാവിലെ നല്ല പുട്ടും കടലക്കറിയും മുട്ടയൊക്കെ കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരെ ഹെഡിങ് ടു കുട്ടിക്കാനം. കുട്ടിക്കാനത്തിലൂടെ ഒരു ഡ്രൈവ്, ആഹാ സൂപ്പറാണ് ഗൈസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോങ് ഡ്രൈവ്സ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടിയാണ് പോയത്. ഇടയ്ക്ക് നമുക്ക് കന്നുകാലികളെയൊക്കെ കാണാം. പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാം, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രഷ് ഫ്രം ഫാമാണ്. അപ്പോൾ നമ്മൾ കുറേ പർച്ചേസ് ചെയ്താണ് പോയത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ കന്നുകുട്ടീനെയൊക്കെ ഇപ്പം കളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ കുറേ നേരം പതുക്കെയാണ് തിരിച്ച് ട്രാവൽ ചെയ്ത് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്രയും ദിവസം ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നല്ല കുത്തരി ചോറും പപ്പടവും നല്ല തോരനും പുളിശ്ശേരിയൊക്കെ കൂട്ടി ഒരു കിടില ഊണ് കഴിച്ചു. അതിന് നമ്മൾ കുട്ടവഞ്ചി സവാരിയിലോട്ട് പോവുകയാണ്. പപ്പയും അമ്മയും ചേട്ടനും ഒരു ദിവസം ഇവിടെ വന്നു, പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കിവിടെ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടവഞ്ചിയിൽ യാത്ര തുടരുകയാണ്. പത്തനംതിട്ട ഭയങ്കര ചൂടായിരുന്നു ഗൈസ്, ഭയങ്കര ചൂട്, ട്രിവാൻഡ്രത്തിനെക്കാളും ചൂടായിരുന്നു. പക്ഷേ ആ ഒരു വെള്ളത്തിലിങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു വേർക്കുന്നുണ്ടെങ്കിലും. കൊടൈക്കനാൽ ഞാൻ അപ്പോൾ ശരിക്കും മിസ് ചെയ്തു. കണ്ടോ, കുരങ്ങൻ തൂങ്ങിക്കിടന്ന് വെള്ളമൊക്കെ കുടിക്കുന്ന കാഴ്ച കണ്ട ഇടയ്ക്ക്. എന്നിട്ട് നമ്മൾ ആ ചേട്ടനുമായിട്ട് സംസാരിച്ച് നല്ല കമ്പനിയായി അങ്ങനെ പോവാണ്. വിഷുവിൻ്റെ ദിവസമാണ്, വിഷുവിൻ്റെ തലേന്നാണ്. ചേട്ടൻ പാട്ടൊക്കെ പാടാൻ പറഞ്ഞ് പപ്പ 2 പാട്ടൊക്കെ പാടി. പാമ്പാണത്, മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അവിടെ പൂന്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പൂന്തോട്ടത്തിലൊക്കെ കയറി അവിടുത്തെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് നേരെ വിട്ടു. പിന്നെ വൈകിട്ടായപ്പോൾ ഒരു ചായയും കടിയൊക്കെ വരുന്നത്, നല്ല ചായക്കടയായിരുന്നു ഇത്. നല്ല ഉള്ളിവടയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചു. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പം അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വൈകിട്ട് നല്ല ചൂട് ദോശയും ഓംലേറ്റത്തോടെ നമ്മൾ ഈ വിഷു ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ട്രാവലിൽ അടുത്ത വ്ളോഗായിട്ട് ഞാൻ വരാം. സ്റ്റിൽ ദെൻ ബൈ.